ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ റൊട്ടേഷൻ, അതിൽ നമ്മൾ ബോണ്ട് ആംഗിള്, അതുപോലെ തന്നെ ഡൈഹെഡ്രൽ ആംഗിള് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഫ്രീ റൊട്ടേഷൻ അബൌട്ട് എ സി സി സിംഗിൾ ബോണ്ട് ആൻഡ് വാട്ട് ഈസ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ അബൌട്ട് എ സി സി ഡബിൾ ബോണ്ട്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾ ഇതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം, അത് നിങ്ങൾ കാണുക. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലെ റൊട്ടേഷൻ, ഫ്രീ റൊട്ടേഷനും റെസ്ട്രിക്റ്റഡ് റൊട്ടേഷനും വരുന്നത് ബൈഫിനൈൽസ്, അതായത് രണ്ട് ബെൻസീൻ റിങ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ബൈ എ സി സി ബോണ്ടാണെങ്കിൽ ഇവിടെയും ഈ ബെൻസീൻ റിങ്ങിന് ഈ സി സി സിംഗിൾ ബോണ്ടിൻ്റെ ഒരു ആക്സസ് ആക്കിക്കൊണ്ട് ഇതിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. കാരണം ഇവിടെ എല്ലാം സ്മോൾ ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഈ 6 കോർണേഴ്സിലും വരുന്നത്. ഇവിടുത്തെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് സി സി ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൊസിഷൻ, ഈ 5 പൊസിഷനിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ വളരെ സ്മോൾ ഹൈഡ്രജൻ ആയതുകൊണ്ട് അവിടെ സ്റ്റെറിക് ഫാക്ടർ വരുന്നില്ല. ബൈഫിനൈൽസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അവസാനം കണ്ടെത്തിയതാണ് 2 ബെൻസീൻ റിങ്ങും ഇതേ രീതിയിൽ കോ ആക്സിയലായിട്ട് ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് 2 ബെൻസീൻ റിങ്ങും കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഇനി ഈ ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്താൽ, ഇവിടെ ഈ ബോണ്ടിൻ്റെ ദൂരെയുള്ള ഹൈഡ്രജൻസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. എന്നാൽ ഈ ഓർത്തോ പൊസിഷൻസ്, അതായത് ഇവിടെ നമ്മൾ ബെൻസീൻ റിങ്ങിലെ പോലെ ഇതുമായിട്ട് നോക്കുമ്പം ഇത് രണ്ടും ഈ ഫസ്റ്റ് റിങ്ങിൻ്റെ ഓർത്തോ പൊസിഷനാണ്. അതുപോലെ സെക്കൻഡ് റിങ്ങിലും ഇതുപോലെ ഈ 2 പൊസിഷനും ഓർത്തോ പൊസിഷനാണ്. ഇനി നമുക്ക് ഈ ബൈഫിനൈൽസിൻ്റെ ഈ പൊസിഷനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നമ്പർ ചെയ്യാം. സോ ഫസ്റ്റ് റിങ്ങിൻ്റെ ഈ പൊസിഷൻ നമ്മൾ ഫസ്റ്റ് പൊസിഷനായിട്ട് വിചാരിക്കുന്നു. ഇതന്നേരം 1' എന്ന് പറയും. ഇത് 2, then 3, 4, 5, 6 പൊസിഷൻ. ഈ റിങ്ങിൽ വരുമ്പം ഇത് 1' ആണെങ്കിൽ ഇത് 2', 3', 4', 5' ആൻഡ് 6'. ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ബെൻസീൻ റിങ്ങിലും ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂൻസ് വരാം. അപ്പോൾ എപ്പോഴൊക്കെ ഈ സബ്സ്റ്റിറ്റ്യൂൻസ് വരുമ്പോൾ ഈ ബെൻസീൻ റിങ്ങിന് വിത്ത് റെസ്പെക്റ്റ് ടു ദി സെക്കൻഡ് റിങ് ഒരു റിങ്ങിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ, തടസ്സമുണ്ടാകുന്ന പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഫ്രീ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ മോളിക്യൂളിൽ ഏത് ആംഗിളിൽ ഇത് റൊട്ടേറ്റ് ചെയ്താലും ആ മോളിക്യൂളിന് എനർജിയിലൊന്നും വ്യത്യാസമില്ല, അത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഒരൊറ്റ സ്ട്രക്ചറേ കാണുള്ളൂ. അതേസമയം റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓരോ റൊട്ടേഷനും മാറുന്നതനുസരിച്ച് അതൊരു ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ്, അതിന് ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് 2 കോമ്പൗണ്ട് തമ്മിൽ വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് ഇങ്ങനെ രണ്ടും ഒരേ പ്ലെയിനിലിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല ഈ രീതിയിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂൻസ് വരണം. അതിൽ മെയിനായിട്ട് ഈ 2 ഓർത്തോ പൊസിഷൻ ഫസ്റ്റ് റിങ്ങിൻ്റെ, അതായത് 2, 6 പൊസിഷൻ, അതുപോലെ 2', 6' പൊസിഷൻ, ഈ 4 പൊസിഷനിലും ബൾക്കി സബ്സ്റ്റിറ്റ്യൂവൻസ്, ലാർജർ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോഴാണ് ഇവിടെ ഒരു ഇൻട്രാക്ഷൻ വരുന്നത്. ഇവിടെയുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ ഇവിടെ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റെറിക് ഫാക്ടർ വരുമ്പോൾ അതിനങ്ങനെ പ്ലാനാറായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോളിക്കുലർ റിപ്പൾഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പ്രിഫർ ചെയ്യും. അപ്പോൾ ഇതിന് ഏത് ആംഗിൾ വേണമെങ്കിലും ഇരിക്കാം, പക്ഷേ അത് എപ്പോഴും ഒരു 90, ഇതെന്ന് പറയുന്നത് ഈ റിങ്ങും തമ്മിൽ ഇപ്പോൾ 90 ആണ്. ഈ റിങ്ങിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ റിങ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 90യുടെ അടുത്ത് ഒന്നുകിൽ ഇപ്പുറത്തോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തോ, ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 90 നിന്ന് എടുത്താൽ മതി. ഇങ്ങനെ ഈ 90ക്ക് എറൗണ്ടായിട്ടായിരിക്കും എപ്പോഴും ഈ ഒരു പ്ലാനാരിറ്റി മാറി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിഫറെൻറ്റ് സ്ട്രക്ചർ വരുന്നത്, ഇവിടെ ഒറ്റ സിംഗിൾ ബോണ്ടാണുള്ളത്, എന്നിരുന്നാലും ഇവിടെ ഒരു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷനുള്ള സാധ്യത വരും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പൊസിഷൻ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂവൻസ്. അത് മെയിൻലി ഈ 4 ഓർത്തോ പൊസിഷൻ, ഈ 4 ഓർത്തോ പൊസിഷനിലും ഗ്രൂപ്പ് വരണമെന്നില്ല, ഏതെങ്കിലും 3 പൊസിഷനിൽ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു
റെസ്ട്രിക്ഷൻ വരികയാണ്. കാരണം അപ്പോൾ തന്നെ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ മാറുകയാണ്. അതായത് രണ്ട് റിങ്ങിനും ഒരു പ്ലെയിനിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റാതെ വരികയും അതിന് ഒരു നോൺ പ്ലാനാർ സ്ട്രക്ചർ ഉണ്ടാവുകയും ചെയ്യും. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു നോൺ പ്ലാനാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കോ പ്ലാനാരിറ്റി നഷ്ടപ്പെടുത്തും. ഇറ്റ് ബിക്കംസ് നോൺ കോ പ്ലാനാർ. അങ്ങനെ വരുന്നൊരു കണ്ടീഷനിൽ ഈ റൊട്ടേഷണൽ ഐസോമേഴ്സ് സ്റ്റീരിയോ ഐസോമേഴ്സായിട്ട് മാറും. അതായത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള റൊട്ടേഷണൽ സ്റ്റീരിയോ ഐസോമേഴ്സിന് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാൻ കഴിയും. അങ്ങനെയുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള റൊട്ടേഷണൽ ഐസോമേഴ്സിനെയാണ് നമ്മൾ അട്രോപ്പ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് അട്രോപ്പ് ഐസോമേഴ്സ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈഫിനൈൽസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈൽസിൽ നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത് ഇവിടെ എ ഐഡൻറ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ഓർത്തോ പൊസിഷൻ ഓഫ് ഫസ്റ്റ് റിങ്. അതുപോലെ നമ്മളിവിടെ ഫസ്റ്റ് റിങ്ങും സെക്കൻഡ് റിങ്ങെന്നും എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് റിങ്ങിലും ഓർത്തോ പൊസിഷനിലെ ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിങ്ങിന് അതിൻ്റെ പ്ലാനാരിറ്റി റീറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ, അപ്പോൾ ഈ രണ്ട് ബെൻസീൻ റിങ്ങും ഉൾപ്പെടുന്ന പ്ലെയിൻ, അതായത് ഈ പേപ്പറിൻ്റെ പ്ലെയിനാണ്. ഈ പേപ്പറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിൻ്റെ ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരേ സ്ട്രക്ചറാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, രണ്ട് സിമെട്രിക്കൽ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ ഇതിനെ രണ്ട് ഈക്വൽ ഹാഫ്സായിട്ട് ഈ പ്ലെയിൻ കട്ട് ചെയ്യുന്നു. അപ്പോൾ ദർ ഇസ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. അപ്പോൾ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂളിന് ഒരിക്കലും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാൻ കഴിയില്ല എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള നിയമമാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. വേറൊരു സ്ട്രക്ചർ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചറിലും ഇതുപോലെ രണ്ട് ഓർത്തോ പൊസിഷൻ, രണ്ട് റിങ്ങിലും സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട്, മറ്റ് പൊസിഷനിലും ഉണ്ട്. അപ്പോൾ ഈ കേസിൽ നമുക്കൊരിക്കലും, പിന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇങ്ങനെ മാറി വന്നേക്കുന്നുണ്ട്, ഒരു തരത്തിലും നമുക്ക് ഇതൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഇവിടെ കിട്ടത്തില്ല. ഇങ്ങനെ എടുത്താലും ഈക്വൽ ഹാഫ്സ് അല്ല, സബ്സ്റ്റിറ്റ്യൂവൻസ് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ എടുത്താലും ഈക്വൽ ഹാഫ്സ് അല്ല. അപ്പോൾ ഈ രീതിയിൽ ഉള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ അത് ഒപ്റ്റിക്കൽ സിമെട്രി, പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. അപ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രിയോ സെൻറ്റർ ഓഫ് സിമെട്രിയോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിലാണ് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിനുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിനായിട്ട് രണ്ട് മോഡൽ എടുക്കുകയാണ്. അതായത് ഇത് ഒരു ബെൻസീൻ റിങ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ പ്രസൻസ് കൊണ്ട് ഒരു സ്റ്റെറിക് ഫാക്ടറുണ്ട്, അത് ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഈ റിങ് പ്ലാനാറായിട്ടിരിക്കുന്നു, ഇത് അതിന് 90 ഡിഗ്രിയിലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലെയിൻ, ഒരു മിറർ വയ്ക്കുകയാണെങ്കിൽ ആ മിററിലെ റിഫ്ലക്ഷൻ എന്തായിരിക്കും, ഇതിന് ഐഡൻറ്റിക്കലായിട്ട് വരിക, അടുത്ത റിങ് എന്ന് പറയുന്നത് പ്ലാനാറായിട്ട് വരിക. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് സ്യൂട്ടബിളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈൽസ് ആണെങ്കിൽ യു ഗെറ്റ് വെൻ യു പ്ലേസ് എ മിറർ ഹിയർ, ഇവിടെ നമ്മളൊരു മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഐസോമേഴ്സ് ഇതായിരിക്കും. അപ്പം ഇതൊരു പ്ലാനാർ റിങ്, ഇതൊരു വെർട്ടിക്കൽ റിങ്, അതിൻ്റെ മിറർ ഇമേജിൽ ക്ലോസ് ആയിട്ട് വെർട്ടിക്കൽ വരുന്നു, അടുത്തത് പ്ലാനാറായിട്ട് വരുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ രണ്ട് സ്ട്രക്ചർ നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പ്ലാനാർ റിങ് ഇതെന്ന് പറയുന്നത് പെർപെൻഡിക്കുലറാണ്. നമ്മൾ നേരത്തെ ഇവിടെ ഇത് ഒരെണ്ണം പ്ലാനാറും ഇത് പെർപെൻഡിക്കുലറായിട്ടുമാണ് കാണിച്ചത്. അപ്പോൾ അത് ബെൻസീൻ റിങ് ആയതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇത് എക്സാക്ട്ലി 90 ഡിഗ്രി ആവണമെന്നുമില്ല, 90 ഡിഗ്രിക്ക് അടുത്ത ഡിഗ്രി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും രണ്ടും കോ പ്ലാനാർ അല്ല, ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ്, അത്രയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റിങ്, അതായത് നമ്മളിവിടെ സെൻട്രൽ മിറർ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഈ മിററിൻ്റെ അടുത്തുള്ളത് ഈ പെർപെൻഡിക്കുലർ പൊസിഷനും, അപ്പോൾ അതിൻ്റെ മിറർ ഇമേജും ഇങ്ങനെയായിരിക്കും. പിന്നെ മിററിന് അകലെയുള്ളത് ഈ ബോർഡിന് അല്ലെങ്കിൽ ഈ പേപ്പറിന് പാരലായിട്ടും വരുന്ന, ഇങ്ങനെയാണ് നമ്മുടെ ഓബ്ജക്റ്റ് മിറർ ഇമേജ് റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പിക്ചോറിയലായിട്ട് നമുക്ക് വരയ്ക്കാൻ എളുപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ബെൻസീൻ റിങ് ഒരെണ്ണം പ്ലാനാറായി, ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 90 ഡിഗ്രിയിലായിട്ട് ടിൽറ്റ് ചെയ്തതാണ്. ഇവിടെ വരുമ്പം ഇതാണ് മിറർ, ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ മിറർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മിറർ ഇമേജ്. അപ്പം ഇത് ഇനാൻഷ്യോമേഴ്സായി മാറി. ആക്ച്വലി ഇവിടെ മോളിക്യൂള് ടോട്ടലി ഡിസിമെട്രിക്കായി, അതായത് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല, സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല മോളിക്യൂളിന്. അപ്പം അവിടെ മോളിക്യൂൾ
മോളിക്കുലാർ ഡിസിമെട്രി. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ ക്രൈറ്റീരിയൻ തന്നെ മോളിക്കുലാർ അസിമെട്രി അല്ലെങ്കിൽ മോളിക്കുലാർ ഡിസിമെട്രി ആണ് വേണ്ടത്. ഒരു അസിമെട്രിക് കാർബൺ ആറ്റം വരുമ്പോഴാണ് നമുക്ക് മിറർ ഇമേജ് വരുന്നത്, ഒബ്ജക്റ്റ് മിറർ ഇമേജ് റിലേഷൻഷിപ്പ് വരുന്നത്, അല്ലെങ്കിൽ ഇനാൻഷ്യൂമേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ അസിമെട്രിക് കാർബണിനേക്കാളും ഈ മോളിക്കുലാർ സ്ട്രക്ചറിന് ഒരു ഡിസിമെട്രി വരുന്നു. ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി ഓർ സെൻറ്റർ ഓഫ് സിമെട്രി. അപ്പോൾ ഈ മോളിക്യൂളിന് മറ്റൊരു മിറർ ഇമേജ് സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ ഈ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാം. രണ്ടിൻ്റെയും പ്രോപ്പർട്ടി, ബാക്കി എല്ലാ പ്രോപ്പർട്ടിയും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മാത്രം മാറി വരും. ഒന്ന് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ മറ്റൊന്ന് ലേവോ റൊട്ടേറ്ററി ആയിരിക്കും. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് മിറർ ഇമേജ് റിലേഷൻഷിപ്പ് കിട്ടുന്നു. ഇവിടെ ടോട്ടൽ മോളിക്കുലാർ ഡിസിമെട്രിയാണ് വന്നിരിക്കുന്നത്. ഈ ഡിസിമെട്രിക് സ്ട്രക്ചർ വന്നിരിക്കുന്നത് ഈ ബൈഫിനലിൻ്റെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ കൊണ്ടാണ്. ബൾക്കി സബ്സ്റ്റിറ്റ്യുവൻസ് കോസസ് എ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഈ സബ്സ്റ്റിറ്റ്യുവൻസിൻ്റെ ബൾക്കിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റെറിക് ഫാക്ടർ ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഒരു പൊസിഷനിൽ വന്നപ്പോൾ അതിന് മറ്റൊരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു മിറർ ഇമേജ് പോലുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഇതേ രീതിയിൽ സാധ്യമാകും. അപ്പോൾ രണ്ട് മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യും, രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യും. അവരുടെ എല്ലാ പ്രോപ്പർട്ടിയും ഒന്ന് തന്നെയായിരിക്കും, ഐഡൻറ്റിക്കലായിരിക്കും, എക്സെപ്റ്റ് ദെയർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഇതിനെയാണ് നമ്മൾ അട്രോപ്പ് ഐസോമറിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം ഈസ് എക്സിബിറ്റഡ് ബൈ ടു റൊട്ടേഷണൽ ഐസോമേഴ്സ് ഡ്യൂ ടു ദെയർ molecular dissymmetry caused by suitable ortho substitution. So, due to the bulkiness of the ortho substituents, the two benzene rings become non-coplanar. പ്ലാനാരിറ്റി നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവ മോളിക്കുലാർ ഡിസിമെട്രിക് ആകുന്നു. അതിൻ്റെ മോളിക്കുലാർ സിമെട്രി നഷ്ടപ്പെടുന്നു. അതനുസരിച്ച് അതിന് ഒരു ഒബ്ജക്റ്റ് മിറർ ഇമേജ് റിലേഷൻഷിപ്പ് കിട്ടുകയും അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്ട്രക്ചർ 3D ഫോം ആണെങ്കിൽ ഇത് L ഫോം, അല്ലെങ്കിൽ ഇത് D ഫോം ആണെങ്കിൽ ഇത് L ഫോം. അങ്ങനെ ഒരു ഇനാൻഷ്യൂമറിക് റിലേഷൻഷിപ്പ് വരുന്നു. ഇതിനെയാണ് നമ്മൾ അട്രോപ്പ് ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചില ഡിഫറെൻറ്റ് കേസസ് നോക്കുകയാണ് എങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യുവൻസ് ആണ് വരുന്നതെന്ന്. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഓർത്തോ പൊസിഷൻ മാത്രം സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ COOH ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാർബോക്സിലിക് ഗ്രൂപ്പ് വരുമ്പം ഒന്നുകിൽ ഓർത്തോ പൊസിഷനിലായതുകൊണ്ട് ഒന്നുകിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇവിടെ രണ്ട് റിങ്ങും സെയിം പ്ലെയിനിലാണ്, കോപ്ലാനാറായിട്ടാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ ഈ മോളിക്യൂളിന് നമുക്ക് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി കാണും. ഇതിൻ്റെ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും സിമെട്രിക് ആയിരിക്കും. ഇത് ഇസ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ. ഇനി ഇവിടെയാണെങ്കിൽ ഇവിടെ ഇതും പ്ലാനാറാണ്, ഒരേ പ്ലെയിനിലാണ്. COH ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. പക്ഷേ ഇവിടെ ഒരു സെൻറ്റർ ഓഫ് സിമെട്രി ആയിരിക്കും വരുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ്സിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു സെൻറ്റർ ഓഫ് സിമെട്രി ആൻഡ് ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏത് സ്ട്രക്ചറാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറാണ്. കാരണം COH രണ്ടും അടുത്ത് വരുമ്പോൾ അവിടെ ഈ രണ്ട് ഹൈഡ്രജൻ അടുത്തിരിക്കുന്നതിനേക്കാളും ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് ഇവിടെ വരും. അതുകൊണ്ട് ഈ രണ്ട് COHും എപ്പോഴും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്ന് ഓപ്പോസിറ്റ് സൈഡിലിരുന്നാൽ ഇതായിരിക്കും ഈ മോളിക്യൂളിൻ്റെ മോർ സ്റ്റേബിൾ കൺഫർമേഷൻ. ഇതും ഒരു റൊട്ടേഷണൽ ഐസോമർ. ഇത് രണ്ടും റൊട്ടേഷണൽ ഐസോമേഴ്സാണ്. ഇതും പോസിബിളാണ്, ഇതും പോസിബിളാണ്. ദിസ് വൺ ഈസ് മോർ സ്റ്റേബിൾ. അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസ് വിൽ ബി ഇൻ ദിസ് കോൺഫിഗറേഷൻ. ഇതാണ്. പക്ഷേ ഇവിടെ അട്രോപ്പ് ഐസോമറിസം ഇല്ല. കാരണം രണ്ട് റിങ്ങും പ്ലാനാറാണ്. COH എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റ് സബ്സ്റ്റിറ്റ്യുവൻസും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ മോളിക്യൂളിന് പ്ലാനാരിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. അത് റിങ് രണ്ടും ഇപ്പോഴും കോപ്ലാനാറാണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് സൾഫോണിക് ആസിഡാണ്. അതായത് ഈ ബെൻസീൻ, ഈ റിങ്ങുകളിൽ, ഈ രണ്ട് ബെൻസീൻ റിങ്ങുകളിലും COHന് പകരം SO3H ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഈ ഒരു സാധ്യത അവിടെ ഇല്ല. SO3H എന്ന് പറയുന്നത് COHനേക്കാളും ബൾക്കിയർ ഗ്രൂപ്പാണ്. അതുകൊണ്ട് അത് നേരെ തന്നെ ഈ ഓപ്പോസിറ്റ് പൊസിഷൻ വിത്ത് സെൻറ്റർ ഓഫ് സിമെട്രി ഇതായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഈ കോമ്പൗണ്ടിന് ഈ SO3Hൻ്റെ ഒരു ബൾക്കിനെസ് കൊണ്ടിട്ട് ഇതിന്
കോപ്ലാനാരിറ്റി നഷ്ടപ്പെടും. ഇതിനെ റിസോൾവബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസോൾവബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്നാണ്. റിസോൾവ് ചെയ്യാം, ഡി ആൻഡ് എൽ ഫോമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് റിങ്ങിന് കോപ്ലാനാരിറ്റി നഷ്ടപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് റിസോൾവബിൾ. റെസൊല്യൂഷൻ ആൻഡ് റെസിമൈസേഷൻ ഉണ്ട്. റെസിമൈസേഷൻ എന്ന് പറയുന്നത് ഡി ഫോമും എൽ ഫോമും. ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ ഇത് ലേവോ റൊട്ടേറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ തിരിച്ച്. അങ്ങനെ വരുന്ന രണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോംസിൻ്റെയും ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് ഒരു മിക്സർ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നെറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി 0 ആയിരിക്കും. അത് ഡെക്സ്ട്രോ ആകില്ല, ലീവോ ആകില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റെസിമിക് മിക്സർ എന്ന് പറയുന്നത്. ഈ റെസിമിക് മിക്സറിനെ റിസോൾവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുകയാണ് എങ്കിലാണ് അതിന് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ റിസോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത് ഡി ഫോമും എൽ ഫോമും ആക്കി നമുക്ക് മാറ്റാം. എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇത് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പോയിൻറ്റും കൂടെ ഡിസ്കസ് ചെയ്യണം. അതായത് നമ്മൾ പറഞ്ഞു ഈ 4 ഓർത്തോ പൊസിഷൻസ്, ഈ പൊസിഷൻ 2, 6 പൊസിഷൻ, അല്ലെങ്കിൽ ഈ റിങ്ങാണ് നമ്മൾ ഫസ്റ്റ് റിങ് ആണ് 2, 6 പൊസിഷൻ, ഇത് 2', 6' പൊസിഷൻ. ഇത്രയും 4ഉം ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നോൺ കോപ്ലാനാർ ആയിരിക്കും, പ്ലാനാർ അല്ല. എന്നാൽ ഏതെങ്കിലും 3 സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നാലും അത് പ്ലാനാർ അല്ലാതെ ആകും. നോൺ കോപ്ലാനാർ. കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിൻ, നോൺ കോപ്ലാനാർ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ. അതാണ് കാർബോക്സിലിക് ആസിഡ് COH ഗ്രൂപ്പ് SO3H വരുന്ന കേസിൽ നമ്മൾ പറഞ്ഞു COHനേക്കാളും ബൾക്കിയർ ഗ്രൂപ്പാണ് SO3H. അതുകൊണ്ട് ഇതിനകത്ത് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഇവിടെ സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ട്, ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്കൊരിക്കലും റിസോൾവ് ചെയ്യാൻ കഴിയില്ല, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. SO3Hൻ്റെ ബൾക്കിനെസ് കൊണ്ട് വെറും 2 ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻ്റ് മാത്രം വന്നിട്ടും അതിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആക്കാൻ കഴിയുന്നു. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അട്രോപൈസോമറിസം ഇൻ ബൈഫിനൈൽ ഡെറിവേറ്റീവ്സ്? അതിൽ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഗ്രൂപ്പുകൾ അറ്റ്ലീസ്റ്റ് 3 ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ് എങ്കിലും വേണം. അത് ബൾക്കി സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിരിക്കണം. മോളിക്യൂളിനെ ഡിസിമെട്രിക് ആക്കാൻ കേപ്പബിൾ ആണോ സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് അറിയണം. അതിനായിട്ട് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ വാൻഡർവാൾസ് റേഡിയസ്, ഇപ്പോൾ COOH അല്ലെങ്കിൽ SO3H, NO2 ഗ്രൂപ്പ്, ഇങ്ങനെ വരുന്ന ഗ്രൂപ്പുകളുടെയൊക്കെ ടോട്ടലായിട്ട് അതിൻ്റെ ഒരു ജോമെട്രി കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ വാൻഡർവാൾസ് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ ചില സബ്സ്റ്റിറ്റ്യൂവൻസിനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഏകദേശം ഈ ഒരു ബൾക്കിനെസ് ഇങ്ങനെ ഒരു ഓർഡറിൽ കൊടുക്കാം, ഓർഡർ ഓഫ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് മസ്റ്റാണ്. സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ കോപ്ലാനാരിറ്റി നഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ ഇതിനെ മോളിക്കുലാർ ഡിസിമെട്രി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് ബൾക്കിയർ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിരിക്കണം, ബൾക്കിയർ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിരിക്കണം. 3 എങ്കിലും മസ്റ്റ് ആയിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ നോക്കാം. CH3, അത് കഴിഞ്ഞാൽ Cl ആണ്. Cl കഴിഞ്ഞാൽ NO2 ഗ്രൂപ്പാണ്, നൈട്രോ സബ്സ്റ്റിറ്റ്യൂവൻസ്. പിന്നെയാണ് COOH ഗ്രൂപ്പ്. ദെൻ കംസ് OCH3. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റെറിക് ഹിൻഡ്രൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ചെറിയത് ഫ്ലൂറിനായിട്ടാണ്. ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റിറ്റ്യൂവൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും വന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയുന്ന പോലെ തന്നെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ബ്രോമിനാണ് അവിടെ ലാർജസ്റ്റ്, അതിനേക്കാളും കുറവാണ് ക്ലോറിന്, അതിന് ശേഷമാണ് ഫ്ലൂറിൻ വരുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് CH3യും OCH3യും. CH3 എന്ന് പറയുമ്പോൾ കാർബൺ വന്നിട്ട് ആ കാർബണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് 3 ഹൈഡ്രജൻ ഇരിക്കുന്നത്. OCH3 വരുമ്പോൾ ഓക്സിജൻ വഴിയാണ് കാർബൺ വന്നിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ എവേ ആയിരിക്കും ആ ഗ്രൂപ്പുകൾ. പിന്നെ വന്നത് NO2 ആൻഡ് COOH. ഇതിലിവിടെ നമ്മൾ SO3H കൂടെ നേരത്തെ പറഞ്ഞു. SO3Hന് COOHനേക്കാളും ഹയർ പൊസിഷനാണ്, ബൾക്കിയർ ഗ്രൂപ്പായിട്ടാണ് SO3H വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ബൈഫിനൈൽസിൻ്റെ അട്രോപൈസോമറിസം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് ഇതിനകത്ത് ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.